ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു തൊലിപ്പുറത്തെ പരിഹാരമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ പോലീസും പത്രക്കാരും തമ്മിൽ അടിയുണ്ടാകുമ്പോൾ പോലീസ് പ്രസ് റിലേഷൻസ് കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി വർഷങ്ങളായി കൂടാറില്ല. എത്ര വർഷങ്ങളായി, 4-5 വർഷമായിട്ട് അത് കൂടാറുമില്ല, അത് പുനഃസംഘടിപ്പിക്കാറുമില്ല. എന്ന് പറഞ്ഞാൽ പുതിയൊരു കമ്മിറ്റി ഉണ്ടാകുന്നു. ഈ കമ്മിറ്റി ഇനി ജനിക്കുന്നത് അല്ലെങ്കിൽ പുനർജീവനം നടത്തുന്നത്, ഉണ്ടാകുന്ന കമ്മിറ്റി അവസാനിക്കുന്നു, പിന്നെ ജനിക്കുന്നത് ഈ അഭിഭാഷകരും പത്രക്കാരും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. ഈ കമ്മിറ്റികളിലൊന്നും ഒരു അർത്ഥവുമില്ല. കമ്മിറ്റികളൊക്കെ വേസ്റ്റാണ്. ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഒരു ധാരണയില്ല, ഒരു കാരണവുമില്ല, അതിനകത്ത് ഒരു അർത്ഥവുമില്ല. പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഒരു മനോഭാവം മാറുമോ എന്നുള്ളതാണ്. ഈ മനോഭാവം മാറണമെന്നുണ്ടെങ്കിൽ ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ നടപടിയെടുത്ത അഭിഭാഷകർ, ആക്രമിച്ച അഭിഭാഷകരുണ്ട്. ഈ ചില അഭിഭാഷകർക്കെതിരെ പോലും നടപടിയെടുത്തിട്ടുണ്ട്. അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ നടപടിയെടുത്തതിനെക്കുറിച്ച് അവർ വ്യക്തമായി അഭിപ്രായം പറയുന്നില്ല. ശിവമഠത്തിൽ കാളീശ്വരൻ രാജ്, അഡ്വക്കേറ്റ് ജയശങ്കർ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരോട്, ഉദയഭാനു ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരോട് സംവദിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വരുന്ന അഭിഭാഷകർക്കെതിരെ നടപടിയെടുക്കാൻ, ഈ ഊരുവിലക്ക് കൽപ്പിക്കുവാൻ ഈ അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ആ നടപടി ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചർച്ചയിൽ അത് ചർച്ചയായിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഊരുവിലക്ക് കൽപ്പിക്കാൻ ഈ അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ എന്താണ് അവകാശം? അങ്ങനെ പാടുണ്ടോ? ഇത് ഇടയലേഖനം പോലെയല്ലേ? ആ ഇടയലേഖനവും ഒക്കെ അങ്ങനെ പാടുണ്ടോ അഡ്വക്കേറ്റ്സ് അസോസിയേഷന്? അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ഞാൻ പത്രപ്രവർത്തകരുടെ സംവിധാനത്തിൽ അത് ഇന്നത്തെ ചർച്ചയുടെ പ്രശ്നം തീർന്നു. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. കാരണം ഇതിനുള്ള പരിഹാരം കൂടെ ഉണ്ടാകേണ്ടതല്ലേ? അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ചർച്ചയുടെ പേരിൽ അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ ഈ പ്രധാന സെബാസ്റ്റ്യൻ പോൾ ഉൾപ്പെടെയുള്ള പ്രധാന മാധ്യമപ്രവർത്തകരും അല്ലെ മാധ്യമ നിരീക്ഷകരും അഡ്വക്കേറ്റ്സുമായിട്ടുള്ള അവർക്കെതിരെയുള്ള നടപടി മാറിയോ എന്നവർ പറയണ്ടേ? പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് ചർച്ച തുടരണം. ഈ ഡിബേറ്റ് അവസാനിക്കുന്നില്ല. ഇതുപോലുള്ള അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾ പിൻവലിക്കുന്നത് വരെ ഈ പൊതുസമൂഹത്തിൽ ഈ ചർച്ച തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. അഡ്വക്കേറ്റ് ശിവൻമഠത്തിൽ താങ്കൾക്കെതിരെ അടക്കം, അതായത് പ്രമുഖരായ ഈ വിഷയത്തിൽ സ്വതന്ത്രമായി നിലപാടെടുത്ത, അങ്ങനെ തന്നെ പറയണമല്ലോ, സ്വതന്ത്രമായി നിലപാടെടുത്ത അഭിഭാഷകർക്കെതിരെയാണ് നടപടി സ്വീകരിക്കുമെന്ന മട്ടിൽ ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ നീങ്ങിയത്. അത് ആ നിലയ്ക്ക് ഒരു നടപടി വന്നാൽ അപ്പോൾ നോക്കാം എന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഇന്നത്തെ ഈ ചർച്ചകളിലൊന്നും അതടക്കമുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടില്ല. ഇത്തരം വിഷയങ്ങളിൽ എന്ത് നിലപാട് ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ സ്വീകരിക്കും എന്നതടക്കം അറിഞ്ഞാൽ മാത്രമല്ലേ ഒരു പ്രശ്ന പരിഹാരമാകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയൂ? ഞാൻ അതിനെ അങ്ങനെ ആ രീതിയിൽ കാണുന്നില്ല ഹർഷൻ. ശ്രീ അജിത് കുമാർ എൻ്റെ പ്രിയ സുഹൃത്ത്, അദ്ദേഹം ആ പറഞ്ഞ ധാർമ്മികമായ അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തലിൽ ഞാൻ പൂർണ്ണമായി അതിനെ ഞാൻ ഉൾക്കൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ ആ വികാരത്തെ ഞാൻ മാനിക്കുന്നു. അഭിഭാഷകരായിട്ടുള്ള ഞങ്ങളെ 4-5 പേരുടെ പേരിൽ ഞങ്ങളെടുത്തിട്ടുള്ള ഒരു നിലപാട് സ്വതന്ത്രമായ നിലപാടെന്ന് ശ്രീ ഹർഷൻ പറഞ്ഞത്, ഒരുപക്ഷെ ആ സ്വതന്ത്ര നിലപാടിൽ അഭിഭാഷക അസോസിയേഷൻ്റെ പ്രവർത്തകരെ അല്ലെങ്കിൽ അതിലെ അംഗങ്ങളായിട്ടുള്ളവർ പലരും ആശുപത്രിയിൽ കിടക്കുന്നു. അവർക്ക് ശാരീരികമായി മുറിവേറ്റു, അവർ വ്രണപ്പെട്ടവരാണ്. അവരെ മുഖത്ത് നോക്കി പല രീതിയിലുള്ള ചില ഭാഷ്യങ്ങൾ, ചില അഭിസംബോധന ചെയ്ത് അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ തീർച്ചയായിട്ടും അഭിഭാഷക അസോസിയേഷൻ്റെ വികാരത്തെ മാനിച്ചുകൊണ്ട് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അവരെടുത്ത നിലപാടുകളെ മാത്രം ന്യായീകരിച്ചുകൊണ്ട് നിൽക്കണം എന്ന ഒരു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് ഒരു പരിഹാരം വേണം. ഇതൊരിക്കലും നമ്മൾ തെരുവിൽ തമ്മിൽ തല്ലാൻ്റെ ഒരു വേദിയാക്കി മാറ്റരുത് എന്ന ഒരു നിലപാടും എൻ്റെ അനുജന്മാരും അനുജത്തിമാരുമായിട്ടുള്ള യങ്ങർ ജനറേഷനിലെ അഭിഭാഷകർ കുറച്ചുകൂടെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ പക്വതയോടുകൂടെ ഈ കാര്യങ്ങളെ സമീപിക്കണമെന്ന് ഞാനെടുത്ത തീരുമാനമാണ്. എന്നിലേക്കും ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക കാരണം കാണിക്കൽ നോട്ടീസിലേക്ക് പോയിരിക്കുന്നു. ഞാനതിനെ വലിയ പെരുപ്പിച്ച് കാണുന്നില്ല. കാരണം ഇന്ന് ചർച്ച ചെയ്യപ്പെട്ട ഈ നിലയ്ക്ക് വളർന്നത് ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷന്റെ നിയന്ത്രണത്തിനും അപ്പുറത്താണ് കാര്യങ്ങൾ എന്ന നിലയ്ക്കാണ് ഹൈക്കോടതിയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന തോന്നൽ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അതിൻ്റെ ഭാരവാഹികൾ ഇടപെട്ടുകൊണ്ട് പരിഹരിച്ച പ്രശ്നത്തിൻ്റെ തുടർച്ചയായാണ് വളരെ പെട്ടെന്ന് ആ പ്രശ്ന പരിഹാരത്തിന് 20 മിനിറ്റിന് ശേഷം അവിടെ അക്രമം ഉണ്ടാവുന്നത്.
അത് ആ അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ കയ്യിലുമല്ല കാര്യങ്ങൾ എന്ന് തെളിയിക്കുന്നതായിരുന്നു. മറ്റൊന്ന്, നിങ്ങളുടെ കാര്യത്തിൽ ഈ മുതിർന്ന അഭിഭാഷകർ, താങ്കളും CP ഉദയഭാനുവും അടക്കമുള്ള ആ അഭിഭാഷകരുടെ കാര്യത്തിൽ ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ എടുത്ത നിലപാട് പോലും സമ്മർദ്ദത്തിന് വഴിപ്പെട്ട് എടുത്തതാണ് എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. അപ്പോൾ ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ നിയന്ത്രണത്തിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്താണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ട അവിടെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഇപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ തന്നെയോ അല്ലെങ്കിൽ രജിസ്ട്രാറുടെ തന്നെയോ ഒക്കെ നിയന്ത്രണത്തിലല്ല അതിനുള്ളിൽ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത് എന്ന് തോന്നിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാവുന്നില്ലേ? അല്ല, ഞാനതിനെ അങ്ങനെ വിലയിരുത്തുന്നില്ല. ഹർഷൻ പറഞ്ഞത് എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. പക്ഷേ ഞാൻ കാണുന്നത് ഞങ്ങൾ 4-5 പേരെ ഷോക്കാസ് നോട്ടീസ് തരാൻ അസോസിയേഷൻ തീരുമാനിച്ചതിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ചർച്ചയാകരുത് ഇത്. മറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട പ്രധാന പ്രശ്നം അഭിഭാഷകരും മാധ്യമ രംഗത്തുള്ളവരും തമ്മിലുള്ള തർക്കങ്ങളും അവരും നേരിട്ടിട്ട് ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇനി ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ നടപടി സ്വീകരിക്കണം എന്നുള്ളത് ഞാൻ ശ്രീ അജിത് കുമാർ പറഞ്ഞത് ഞാൻ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. കാരണം ഞങ്ങളുടെ ഹൈക്കോടതിയിൽ തന്നെ പോലീസും അഭിഭാഷകരും തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് ജനറലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു സമിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമിതി ഇടയ്ക്കിടയ്ക്ക് പ്രത്യേകമായ സമയപരിധി വെച്ചുകൊണ്ട് അത് കൂടി അത് കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് അതിൽ മുതിർന്ന അഭിഭാഷകരും അഡ്വക്കേറ്റ് ജനറലും ഒക്കെ ബന്ധപ്പെട്ടവരും പോലീസ് ഉദ്യോഗസ്ഥരും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോൾ അടുത്ത കാലത്ത് അത്തരം ആ കമ്മിറ്റി പ്രവർത്തിച്ചു പോകുന്നില്ല. കാരണം പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ ശ്രീ അജിത് കുമാർ പറഞ്ഞതുപോലെ അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിൽ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ പിന്നെ കൂടെ വരുന്ന വ്യക്തികളോ മറ്റ് പ്രസ്ഥാനത്തിലുള്ളവരോ ആരെങ്കിലും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ അത് അടിയന്തരമായി അത് ഇടപെട്ട് പരിഹരിക്കുവാനുള്ള ആ പ്രവർത്തന രീതി ആ കമ്മീഷൻ അല്ലെങ്കിൽ ആ സമിതി തുടരണം. അതൊരിക്കലും നിർജീവമാകരുത്. അത് വളരെ ആക്റ്റീവായിട്ട് തന്നെ പോകണമെന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ വളരെ ഗൗരവമായി എടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ തിങ്കളാഴ്ച കോടതി തുറന്ന് പ്രവർത്തിക്കുമ്പോൾ മാധ്യമരംഗത്തുള്ളവർ ലീഗൽ റിപ്പോർട്ടിംഗ് വരുന്നവർ, ഞാനൊരു വ്യത്യാസം അവിടെ പറയാം. മാധ്യമപ്രവർത്തകർ മാത്രമല്ല മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന അവിടെ വരുന്നവർ, അവർ ലീഗൽ റിപ്പോർട്ടിങ്ങിൻ്റെ ആൾക്കാരാണ്. ജനങ്ങളെ നീതി എന്താണെന്നും കോടതി വിധികൾ എന്താണെന്നും നിയമങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്ന ഒരു ലീഗൽ റിപ്പോർട്ടിംഗ് കൂടെ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. ആ കാര്യം കൂടെ നമ്മൾ ഉൾക്കൊള്ളണം. അത് നമ്മുടെ അഭിഭാഷകർക്കും പൊതുസമൂഹത്തിനും നിയമമേഖലയ്ക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാതെ വെറുതെ ഒരു റിപ്പോർട്ടിംഗ് മാത്രം വരുന്നവരല്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ പൊറുക്കാനും അത് നമ്മളതിനെ ഒരു വളരെ തുറന്ന മനസ്സോടുകൂടി അതിനെ കാണാനും തുടർന്ന് ഒരു മനസ്സോടെ പോകാൻ സംവിധാനം ഉണ്ടാകണം. ശ്രീ അജിത് കുമാറിൻ്റെ വീക്ഷണവും ആ രീതിയിലായിരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അദ്ദേഹം ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ആ രീതിയിലായിരിക്കണം നമ്മുടെ ചർച്ച പോകേണ്ടത്.